ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഗൈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പ്രവാചക അനുചരന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. തായിഫിലെ സഖീഫ് ഗോത്രത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം തന്നെക്കുറിച്ച് വിചാരിക്കുന്നത്, എൻ്റെ ഗോത്രത്തിലെ എല്ലാ ആളുകളും മുസ്ലിമായാലും മുഗീറ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്ന് വിചാരിക്കുന്ന തലത്തിൽ സത്യനിഷേധവും ഇസ്ലാമിനോടുള്ള വിരോധവും ശത്രുതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖുറൈശികളുടെ പ്രധാനപ്പെട്ട ബിംബങ്ങളെ പരിപാലിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ജാഹിലിയ കാലഘട്ടത്തിൽ ജാഹിലിയത്തിൻ്റെ എല്ലാ പ്രതിലോമപരമായ സ്വഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം മുഖൗക്കിസ് രാജാവിനെ സന്ദർശിക്കാൻ ബനു മാലിക് ഗോത്രത്തിൻ്റെ കൂടെ പോകുന്നുണ്ട്. മുഖൗക്കിസ് അവരെ പരിഗണിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷേ മുഗൈറത്ത് ബിൻ ശുഅബയ്ക്ക് ചെറിയ സമ്മാനമാണ് നൽകിയത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കുടിപ്പക വളരുകയും മറ്റുള്ളവരോടുള്ള അസൂയ വർദ്ധിക്കുകയും ചെയ്ത് യാത്രാമധ്യേ അവരെ വധിക്കുകയും അവരുടെ സമ്മാനങ്ങൾ മുഴുവൻ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതാണ് വളരെ അധികം അക്രമം പ്രകടിപ്പിച്ചിരുന്ന, മദ്യപിച്ചിരുന്ന, ക്രൂരതകൾ ചെയ്തിരുന്ന ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നുവെന്ന് മുഗൈറത്ത് ബിൻ ശുഅബ തന്നെ പറയുന്നുണ്ട്. ഒടുവിൽ പ്രവാചകൻ്റെ സന്നിധിയിലെത്തി ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുകയും എല്ലാ സംഭവങ്ങളിലും സാക്ഷിയാവുകയും ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുകയും ഇസ്ലാമിൻ്റെ നന്മകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രതിഫലിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിതൃവ്യനുണ്ടായിരുന്നു. സംസാരമധ്യേ പിതൃവ്യൻ്റെ കൈ പ്രവാചകൻ്റെ മുഖത്തേക്ക് ഉയർന്നപ്പോൾ ആ കൈ തട്ടിമാറ്റിയത് പിതൃവ്യപുത്രനായ മുഗൈറത്ത് ബിൻ ശുഅബ ആയിരുന്നു. അത്രത്തോളം പ്രവാചകൻ്റെ അടുത്ത് നിൽക്കുകയും പ്രവാചകനെ സംരക്ഷിക്കുന്നതിൽ വലിയ ജാഗ്രത കാണിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മുഗൈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അധ്യായമായിരുന്നല്ലോ ഖാദിസിയ യുദ്ധം എന്ന് പറയുന്നു. പേർഷ്യ സാമ്രാജ്യത്തിനെതിരെ ഇസ്ലാമിക സമൂഹം നടത്തിയ ഐതിഹാസികമായ മുന്നേറ്റമാണത്. അതിൻ്റെ സേനാനായകൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവാണ്. ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് റുസ്തമുമായി, പേർഷ്യ സേനാനായകനുമായി സംഭാഷണത്തിന് തൻ്റെ പ്രതിനിധിയായി സഅദ് ബിൻ അബി വക്കാസ് പറഞ്ഞയക്കുന്നത് മുഗൈറത്ത് ബിൻ ശുഅബയാണ്. റുസ്തമിൻ്റെ അതേ മഞ്ചത്തിലിരിക്കുകയാണ് മുഗൈറത്ത് ബിൻ ശുഅബ ചെയ്തത്. അതൊരിക്കലും റുസ്തമിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ മുഗൈറത്ത് ബിൻ ശുഅബ പറയാണ്, നിങ്ങളിപ്പോഴും ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന സംസ്കാരത്തിലാണോ ജീവിക്കുന്നത്? ഞങ്ങൾക്കിടയിൽ ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന സമ്പ്രദായമില്ല. ഞങ്ങൾ സമത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാവരും മനുഷ്യരെ ആയി എല്ലാവരെയും പരിഗണിക്കുന്നവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ശത്രുവായാലും മിത്രമായാലും അതുപോലെ തന്നെ ഉയർന്ന ഗോത്രക്കാരനായാലും അടിമകളായാലും എല്ലാം ഈ ആദർശത്തിൽ സമത്വത്തിൻ്റെ വക്താക്കളാണ് എന്ന് അദ്ദേഹം റുസ്തമിനോട് ഈ സംഭവത്തിൻ്റെ തൊട്ടുടനെ പ്രതികരിക്കുകയാണ്. റുസ്തം അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിരാശയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ലക്ഷ്യബോധമില്ലാത്ത ജീവിതവും നയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ലക്ഷ്യബോധമുള്ള, പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നത് നബിയുൻ അത്താന ബഅദ യഅ്സിൻ വ ഫത്രത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അദ്ദേഹം റുസ്തമിനോട് പറയാണ്. അങ്ങനെ റുസ്തമ സന്ധി സംഭാഷണത്തിൽ മുഗൈറത്ത് ബിൻ ശുഅബയുടെ അഭിപ്രായത്തിൽ വലിയ മതിപ്പ് രേഖപ്പെടുത്തിയത് ചരിത്രം നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. ഏത് സന്ദർഭത്തിലും യുദ്ധത്തിൻ്റെ പേരിൽ മുഗൈറത്ത് ബിൻ ശുഅബയെക്കുറിച്ച് സഹപ്രവർത്തകർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധിയുടെ അടയാളമായിട്ട് മുഗൈറത്ത് ബിൻ ശുഅബ ഒരു നഗരത്തിലേക്ക് ചെന്നാൽ 8 കവാടങ്ങളുള്ള നഗരമാണെങ്കിൽ ഒരു കവാടത്തിലൂടെ മാത്രമേ കടക്കാൻ പെർമിഷനുള്ളൂ എങ്കിൽ 8 കവാടത്തിലൂടെയും കടക്കാൻ കഴിയുന്ന ഒരു കുശാഗ്ര ബുദ്ധിയും സാമർഥ്യമുള്ള ആളാണ് മുഗൈറത്ത് ബിൻ ശുഅബ എന്നാണ്. തൻ്റെ സാമർഥ്യം ജാഹിലിയ കാലത്ത് ഗോത്രപക്ഷപാതിത്വത്തിനും അതുപോലെ തന്നെ ജാഹിലിയായ ദുരഭിമാനത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ആൾ ഇസ്ലാമിലെത്തിയതിന് ശേഷം ഇസ്ലാമിൻ്റെ വിജയത്തിനും മുന്നേറ്റത്തിനും ചരിത്രപരമായ
അതിൻ്റെ ഗമനത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധു കൂടിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വന്നപ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് അതിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. ഒരിക്കലും മുഗീറ ഇസ്ലാമിലേക്ക് വരില്ല എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തെ സഹോദര തുല്യമായി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന അദ്ദേഹത്തെ സ്വീകരിച്ചതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദീർഘകാലം വിവിധ ഖലീഫമാരുടെ കൂടെയൊക്കെ ജീവിച്ച് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി നിരന്തരമായ സേവനമനുഷ്ഠിച്ചിട്ടാണ് ഇഹലോകവാസം വെടിഞ്ഞത്.